അങ്ങനെ ആനന്ദ് ക്ലോസ് ഒബ്സർവ് ചെയ്യുന്നതിന് സമയത്ത് മദാമയും ജെയിംസ് തമ്മിൽ വാക്കുതർക്കം നടക്കുകയും മദാമയും ജെയിംസും കയ്യാങ്കളി ആവുകയും പിന്നീട് മദാമയുടെ കൂട്ടാളികൾ ജെയിംസിൻ്റെ തലവെട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോര ചിന്തിക്കഴിയുമ്പോൾ വീണ്ടും ആനന്ദ് മറ്റൊരു ടൈം ലൈനിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരത്തെ മരത്തിൽ കുത്തിവരച്ചുകൊണ്ടിരുന്ന ആളവിടെ ആനന്ദിനോട് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയണമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് സിനിമയിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ വളരെ മിനിമലായിട്ട് മാത്രമേ ആ ഭാഗത്തെപ്പറ്റി പറയുന്നുള്ളൂ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന സമയം 1498 ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലുള്ള വിശ്വാസികളെല്ലാം ഇവർ ഉപദ്രവിക്കുകയും അവരുടെ പ്രതിമകളെല്ലാം അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാട്ടിലുള്ള ഒരു പ്രതിമയാണ് നമ്മുടെ കാക്ക പ്രതിമ, അങ്ങനെ നമുക്ക് തൽക്കാലം വിളിക്കാം. ആ കാക്ക പ്രതിമയും ഇതേപോലെ തന്നെ അടിച്ചുകൊണ്ട് പോകാനായിട്ട് അവർ വരുന്നു. എന്നാൽ അവിടെയുള്ള ഗോത്രവാസികൾ അതിന് വിസമ്മതിക്കുന്നു. ഇവരെല്ലാം എതിർത്തുകൊണ്ട് ആ കാക്കപ്രതിമയെ കൊണ്ടുപോകാൻ ആനകളെ വെച്ച് ശ്രമിച്ചെങ്കിലും നടക്കുന്നില്ല. ഇതിൽ കലി പൂണ്ട ആ പ്രഭു അവിടെ ഉണ്ടായിരുന്ന കാക്കകളെല്ലാം ചുട്ട് ചാമ്പലാക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഗോത്രത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ അരിശം കൊണ്ട് ആ കാക്കദേവൻ അഥവാ കാക്കപ്രതിമ ടൈം ലൈൻ വെച്ച് കളിക്കുകയാണ്. അതായത് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ കാട്ടിലെ സമയം അദ്ദേഹം അല്ലെങ്കിൽ ആ ദേവൻ നിയന്ത്രിക്കുകയാണ്. ഇതുമൂലം ആ കാട്ടിൽ വന്ന് അകപ്പെടുന്നവരോ അല്ലെങ്കിൽ ആ പ്രതിമയുടെ അടുത്ത് വരുന്നവരോ ആ കാക്കദേവൻ്റെ ടൈം കൺട്രോളിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് അവർ ആ ടൈം ലൂപ്പിൽ ഭാഗമായി മാറും. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുള്ളത് ഈ പ്രഭു പോർച്ചുഗീസ് പ്രഭു വന്ന് ചെയ്ത കാര്യങ്ങൾ നടക്കാതിരിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ അതിനുള്ളൊരു പോസിബിലിറ്റി ആയിട്ടായിരിക്കാം കാക്കദേവൻ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത്. കാരണം ടൈം ലൈനിലൂടെ അല്ലെങ്കിൽ ടൈം ലൂപ്പ് ചെയ്തുകൊണ്ട് ആ സംഭവത്തെ തടയാനായിട്ട് ആർക്കെങ്കിലും സാധിക്കും. അപ്പോൾ ക്യൂരിയസ് ആയ ആനന്ദ് ഇയാളോട് ചോദിക്കുകയാണ്, ഇയാൾക്ക് ഇതെങ്ങനെ അറിയാം? അയാൾ പറയാണ് അയാൾ പോർച്ചുഗീസുകാരുടെ സമയത്തു നിന്നുള്ള ഒരാളാണ്, അയാളാണ് ആ പ്രഭുവിന് വഴി കാണിച്ചു കൊടുത്തത്. അതായത് അയാൾ 1498 നിന്നുള്ള ഒരാളാണ്. അപ്പോൾ വീണ്ടും ആനന്ദ് അവിടെ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. അത് നമ്മുടെ റെജി ആ ചെളിക്കുണ്ടിൽ വീണിട്ട് കരയുന്ന ഒരു ശബ്ദമാണ്. അപ്പോൾ ആനന്ദ് നോക്കുമ്പോൾ അത് ആനന്ദും അശോകും റെജിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ റെജി ആനന്ദിനെ അവിടെ കാണുന്നുണ്ട്. ഈ സീനാണ് നേരത്തെ നമ്മൾ കണ്ടത്. റെജി കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടേക്കും ഇവിടേക്കും നോക്കുന്ന ആ സീൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി ശരിയാണ്. അതായത് ഒരു ടൈം ലൈനിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ആ വെർഷൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. പിന്നീട് അയാൾ എപ്പോൾ വന്നു അത്രയും പ്രാവശ്യം അയാളുടെ വെർഷൻ അവിടെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ SI അശോകൻ അവിടെ ഗൺ പൊട്ടിക്കുന്ന സമയത്ത് ആനന്ദ് വീണ്ടും 1960 ടൈം ലൈനിൽ എത്തുകയാണ്. അപ്പോൾ ആനന്ദിന് കാര്യം മനസ്സിലായി, എങ്ങനെയെങ്കിലും ഈ ഒരു ചെയിൻ നിർത്തിയേ പറ്റും. അങ്ങനെ ആനന്ദ് അവിടെ ഒച്ചയെടുത്തിട്ട് വേറൊരു ടൈം ലൈനിലേക്ക് വരികയാണ്. പിന്നീട് ആനന്ദ് ഓരോരുത്തർ ചെന്നും അവരെ ഒച്ച ഉണ്ടാക്കരുതെന്നും രക്തം ചൊരിയരുതെന്നുള്ള സാധനം എല്ലാവരുടെ അടുത്തും എത്തിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആനന്ദ് വീണ്ടും 1994 ടൈം ലൈനിലേക്ക് വരുമ്പോൾ നേരത്തെ കാണാതായ ആ പെൺകുട്ടിയും അവളുടെ അനിയനും ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് റെജി ആയിരുന്നു ആ അനിയൻ, റെജിയുടെ ചേച്ചിയാണ് ആ പെൺകുട്ടി, നേരത്തെ കണ്ട പെൺകുട്ടിയെന്ന്. അപ്പോൾ റെജിക്ക് ഇവരെ മനസ്സിലാവുന്നുണ്ടെങ്കിലും അവർക്ക് ഒരിക്കലും ഇവരെ മനസ്സിലാവില്ലല്ലോ, റെജീനെ മനസ്സിലാവില്ലല്ലോ. കാരണം അവരുടെ ഫ്യൂച്ചർ വേർഷനാണ് റെജി. അപ്പോൾ ആനന്ദൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റെജി ആ ചേച്ചിയുടെ പിന്നാലെ ഓടിപ്പോയി. പിന്നീട് ടൈം ജമ്പ് തടയാനായിട്ട് ആനന്ദ് 1994 ആൾക്കാരോട് ഷൂട്ട് ചെയ്യരുതെന്നും ഒച്ച ഉണ്ടാക്കരുതെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആനന്ദിന് തോന്നുകയാണ് തൻ്റെ കാണാതായ അച്ഛൻ, അതായത് ഈ കാട്ടിൽ വെച്ചാണ് അച്ഛനെ കാണാതായത്, അത് ചിലപ്പോൾ ഇദ്ദേഹമായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുകയാണ്. അപ്പോൾ ആനന്ദ് പറയുകയാണ് തൻ്റെ അമ്മയുടെ പേര് സേതുലക്ഷ്മി, തൻ്റെ കാണാതായ അച്ഛൻ്റെ ഫോട്ടോ തൻ്റെ പേഴ്സിലുള്ള അദ്ദേഹത്തിൻ്റെ പേരും സ്റ്റീഫൻ ജോർജ് എന്നാണ്. അങ്ങനെ ഫോട്ടോ കാട്ടിക്കഴിയുമ്പോൾ ഞെട്ടിച്ചുകൊണ്ട് അത് ആ കാട്ടിലുള്ള ആ പോലീസ് ഓഫീസർ സ്റ്റീഫൻ ജോർജ് തന്നെയാണ്. അതായത് തൻ്റെ കാണാതായ അച്ഛനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആനന്ദ് മനസ്സിലാവും. അപ്പോൾ ഇയാൾക്കും അത് കൺവിൻസ്ഡ് ആവും. അപ്പോൾ ടൈം ലൈൻ തിയറി ശരിവെച്ചുകൊണ്ട് ഈ ആനന്ദിനെയും സ്റ്റീഫനെയും നോക്കിക്കൊണ്ട് മറ്റൊരു ആനന്ദ് അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിയറി ശരിയാണ്, ഡയറക്ടർ അത് ഉറപ്പിക്കുന്നു. പിന്നീട് ആനന്ദ് ഒഴിച്ചുണ്ടാക്കരുതെന്നുള്ള ആ ഒരു തിയറി സ്റ്റീഫനെയും പറഞ്ഞ് മനസ്സിലാകുന്നു. കാരണം അത് ടൈം ലൂപ്പിനോ ടൈം ജമ്പിനോ കാരണമായേക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആനന്ദ് അവരോട് പറയുന്നു നമുക്ക് ഈ ഒരു ടൈം ലൈനിൽ നിന്ന് പുറത്ത് കിടക്കണം, റിയാലിറ്റിയിലേക്ക് കിടക്കണം. അപ്പോൾ കാക്കദേവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരെത്രയൊക്കെ നടന്നിട്ടും എപ്പോഴും കാക്കദേവൻ്റെ മുമ്പിൽ തന്നെയാണ് വന്നു പെട്ടത്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ പോയാലും ഇവിടെ തന്നെയാണ് അവസാനിച്ചിരുന്നത്. ഇത് അവരെ നിരാശരാക്കുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് വീണ്ടും കറക്റ്റായിട്ടുള്ള വഴി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതും പരാജയപ്പെടുന്നു, കാക്കദേവൻ്റെ മുന്നിൽ തന്നെ എത്തിപ്പെടുന്നു. ഇപ്പോഴാണ് ആനന്ദിന്
അവിടെ ഉണ്ടായിരുന്ന ആ സിമ്പിൾസും ഇതിനു മുമ്പ് നടന്ന ഇൻസിഡൻസും ഒക്കെ കൂട്ടിയിണക്കാനായിട്ട് സാധിക്കും. അതായത് നേരത്തെ ആ പോർച്ചുഗീസ് ചാരൻ മരത്തിലൊക്കെ ഒരു ടൈം ലൂപ്പ് പോലെ വരച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ നേരത്തെ ഒരു ജീപ്പിന് മുമ്പിലേക്ക് വീണ പീറ്റർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ റോട്ടിൽ ഇങ്ങനെ വട്ടം വട്ടം വരയ്ക്കുന്നുണ്ടായിരുന്നു. ഇതനുസരിച്ച് ഇവരെല്ലാവരും കൂടി ആനന്ദിൻ്റെ നേതൃത്വത്തിൽ ആ കാക്കദേവന് ചുറ്റും ടൈം ലൂപ്പ് പോലെ വട്ടത്തിൽ നടക്കുകയും ഫൈനലി അക്രമികളുടെ അക്രമങ്ങളൊക്കെ എതിർത്തുകൊണ്ട് ആനന്ദും പീറ്ററും സ്റ്റീഫനും ഒരുവിധം രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവസാന നിമിഷം സ്റ്റീഫൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞിട്ട് വീണ്ടും ടൈം ലൂപ്പും ടൈം ജമ്പും സംഭവിക്കുന്നുണ്ട്. എന്നാൽ കാക്കദേവൻ്റെ അനുഗ്രഹപ്രകാരമാണെന്നറിയില്ല, അവരൊരു പുതിയ റൂട്ടിലെത്തുകയും ഒരു കാറ് കാണുകയൊക്കെ ചെയ്യുന്നു. ബേസിക്കലി അവർ ആ ടൈം ലൂപ്പിൽ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ആനന്ദ് സ്വയം വെടിവെച്ച് കാക്കദേവനെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ വീണ്ടും സ്വപ്നത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. അവിടെയെല്ലാം മാറിയിരിക്കുന്നു. ആനന്ദിൻ്റെ അച്ഛൻ കൂടെയുണ്ട്, ആനന്ദിന് വീണ്ടും കുട്ടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ആനന്ദ് ആ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെ ആനന്ദിന് വീണ്ടും പോസ്റ്റിംഗ് കിട്ടി പുതിയ സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ പുതിയ ഓഫീസേഴ്സാണ്, അപ്പോൾ ഒബിയസ്ലി കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കും. എന്നാൽ അവിടെ SI അശോക് ആനന്ദിന് മുമ്പിലേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ ആനന്ദിന് തോന്നുകയാണ് ഓക്കെ കാര്യങ്ങളെല്ലാം വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നുണ്ട്, ഒന്നും മാറിയിട്ടില്ലേ, താൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ ആയി പോയോ എന്ന് ആനന്ദ് ചിന്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അശോകന് വീണ്ടും കോൾ വരുന്നത്, അതായത് റെജി പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതോടുകൂടി ആനന്ദിന് ആകെ പേടിയായി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അതാ താൻ നേരത്തെ കണ്ട അമ്മാൻ്റെ സൈനുമല്ല. അപ്പോൾ ആനന്ദിന് ഉറപ്പായി താൻ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല, വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ജീപ്പ് ആരെയും ഇടിച്ചിടും. ഒരു പെൺകുട്ടിയാണ്, അതായത് നേരത്തെ റെജിയെ വെടിവെച്ചിട്ട് പെൺകുട്ടി. അങ്ങനെ ആനന്ദ് പോയി നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ സ്ക്രീൻ സേവറായിട്ട് തൻ്റെ പിക്ചർ അവിടെ കിടക്കുന്നുണ്ട്. അതായത് ബേസിക്കലി ആ പെൺകുട്ടി ഇവൻ്റെ മകനാണ്. അങ്ങനെ ഇവൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ് തൻ്റെ മകൾ എപ്പോഴുണ്ടോ. അപ്പോൾ ജനിച്ച കുട്ടി ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ആനന്ദിന് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായി, ഇതൊരു ടൈം ലൂപ്പാണ്. അപ്പോൾ ഇനി ഇതെല്ലാം തടയാനും ടൈം ലൂപ്പിൻ്റെ ടൈം ജമ്പെല്ലാം നിർത്താനുമായിട്ട് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആ പോർച്ചുഗീസുകാർ കാക്കദേവൻ്റെ ഗോത്രത്തെ ആക്രമിച്ച ആ സംഭവം നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഡയറക്ടർ സിനിമ അവസാനിപ്പിക്കുന്നത് ആ പോർച്ചുഗീസ് പ്രഭു ഇവനെ നോക്കി നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ്. അവൻ്റെ നോട്ടം കണ്ടാൽ അറിയാം അവന് ആനന്ദിനെ അറിയാം. അപ്പോൾ മേ ബി ആനന്ദ് ഓൾറെഡി ആ ഒരു ടൈം ലൈനിൽ പോയിട്ട് ആ ഒരു ഇൻസിഡൻറ്റ് തടയാൻ നോക്കിയിട്ടുണ്ടാകാം. അത് എൻ്റെ പ്രതികാരം ചോദിക്കാനായിരിക്കും ഇയാൾ വന്നതെന്നൊക്കെ ആയിരിക്കും. ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ രണ്ടാം ഭാഗത്തായി കാട്ടുന്നത്. അപ്പോൾ ആനന്ദിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ഡയറക്ടർ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആനന്ദിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു എന്ന് പ്രേക്ഷകരായി നമുക്കുള്ള ചിന്ത വരാം. അപ്പോൾ ആനന്ദ് ക്ലോസ് ആയി കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നും ഇമ്പൾസീവായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നും സിനിമ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട് തന്നെ ആനന്ദിന് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വ്യക്തമാകുന്നുണ്ട്, ഏതൊക്കെ ടൈം ലൈനുണ്ട്, എന്തൊക്കെ നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള അതിയായ ആഗ്രഹമുള്ളതായിരിക്കാം ആ പോർച്ചുഗീസ് ചാരൻ ആനന്ദിനോട് വിവരങ്ങൾ കൈമാറുന്നതും ഇതിനൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ആ ഒരു പോർച്ചുഗീസ് പ്രഭുവിൻ്റെ ഇൻസിഡൻറ്റ് ഇല്ലാണ്ടാക്കണമെന്നും ആനന്ദിനോട് പറഞ്ഞു കൊടുക്കുന്നു. റജിയും ചെറുതായിട്ടൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ശ്രദ്ധ മാറി പോകുന്നതായിട്ട് കാണിക്കുന്നു. മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയേ ഇല്ല. കാരണം SI അശോകൻ ഫോർ എക്സാമ്പിൾ ആനന്ദിനൊപ്പം ആദ്യം ഉണ്ടായിരുന്നു, കാട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ആ ടൈം ലൂപ്പിൽ ആനന്ദ് ഒരു ഓഫീസറായി വന്നപ്പോൾ SI അശോകൻ ആനന്ദിന് മനസ്സിലാവുന്നതേ ഇല്ല. പിന്നീട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത് ടെക്നോളജീസിൻ്റെ ഉപയോഗമാണ്. അതായത് 1994 ഒരു വോക്കി ടോക്കി 2024 വർക്കായി, 2024 ഒരു സെൽഫോൺ ആ കാർഡിൻ്റെ ഉള്ളിൽ വർക്കായി. അപ്പോൾ ഡയറക്ടർ മേ ബി ഒരു ക്ലൂ ഇട്ട് തരുന്നതായിരിക്കാം. ഈ ടെക്നോളജീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് 1498 പോയി ആ പ്രഭുവിനെയൊക്കെ തോൽപ്പിക്കാനായിട്ട് ഇവർക്കൊരു ഓപ്ഷൻ ഉണ്ടെന്നായിരിക്കും. റെജിയുടെ ചേച്ചിയും നടന്നു പോകുമ്പോൾ ഒരു കുതിരയെ അവിടെ റെജി കാണുന്നുണ്ട്. ഈ കുതിര നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോർച്ചുഗീസ് പ്രഭുവിൻ്റെ കുതിര ആയിരിക്കാം എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അയാളൊരു വെള്ളക്കുതിരയുടെ പുറത്താണ് വന്നിരുന്നത്. ആനന്ദും കൂട്ടരും ഓൾറെഡി പോർച്ചുഗീസ് പ്രഭുവിന് മുമ്പിലുള്ള കാലഘട്ടത്തിലേക്ക് പോയിരിക്കാം എന്നുള്ളൊരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം പോർച്ചുഗീസ് ചാരൻ പറഞ്ഞതനുസരിച്ച് ആ കാട്ടിൽ കാക്കകൾ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അവർ മുകളിലേക്ക് പോകുമ്പോൾ 3 കാക്കകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ അതിന് മുമ്പുള്ള ടൈം ലൈനിലേക്ക് അറിയാതെ സഞ്ചരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇത് ആനന്ദിന് ഒരു ക്ലൂ ആയിരിക്കാം. ഇനി വരുന്ന ഭാഗത്തിൽ ആനന്ദ് ചിലപ്പോൾ ആ ഒരു ടൈം ലൈനിലേക്ക് സഞ്ചരിക്കുകയും ടെക്നോളജീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇൻസിഡൻറ്റ് തടയാൻ നോക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും വലിയൊരു ഭാഗമാണ് വരാനിരിക്കുന്നത്. നല്ലൊരു സിനിമ സംവിധാനം ചെയ്ത സംവിധായകന് നന്ദി. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.